രക്ഷപ്പെടത്തില്ലേ മോളെ? മോളെ നീ രക്ഷപ്പെടത്തില്ലേ? വിഷമിക്കണ്ട, എത്രയും പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യും. വിഷമിക്കണ്ട. എന്റെ അമ്മയാണ്, ഞാൻ നേഴ്സാണ്. എന്നെ കഷ്ടപ്പെട്ട് എന്നെ അമ്മ പഠിപ്പിച്ചത്. അമ്മയുടെ രോഗം പോലും മറച്ചു വെച്ച് എന്നെ ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു. എന്റെ അമ്മയ്ക്ക് കരൾ രോഗം ബാധിച്ച് ഇപ്പൊ ഗുരുതരമായിട്ട് കിഡ്നിയും ബാധിച്ചിരിക്കുകയാണത്. എത്രയും പെട്ടെന്ന് തന്നെ കരൾ മാറ്റി വെച്ചില്ലെന്നുണ്ടെങ്കിൽ, ഒരാഴ്ചക്കുള്ളിൽ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ എന്റെ അമ്മയുടെ ജീവൻ തന്നെ പോകും. ഞാനാണ് എന്റെ അമ്മയ്ക്ക് കരൾ കൊടുക്കാൻ പോകുന്നത്. വേറെ ആരുമില്ല ഞങ്ങളെ സഹായിക്കാൻ. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങളെ എങ്ങനെയെങ്കിലും സഹായിക്കണം. എനിക്ക് എന്റെ അമ്മയെ തിരിച്ചു കിട്ടണം. ഈ ഭൂമിയില് വിലമതിക്കാനാവാത്ത എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഉമ്മയാണ്, അമ്മയാണ്, അല്ലെ? ഈ ഒരു മകള് തന്റെ അമ്മയുടെ ജീവന് വേണ്ടിയിട്ടാ നമ്മുടെ മുന്നില് കരഞ്ഞുകൊണ്ട് കൈനീട്ടുന്നത്. ആരുമില്ലാത്തൊരു കുടുംബമാണ്. ഈ മകളെ പഠിപ്പിച്ച് നേഴ്സാക്കി തന്റെ രോഗവും തന്റെ വേദനയും തന്റെ പ്രയാസങ്ങളും മറച്ചു വെച്ചിട്ട് ഇന്ന് കരൾ രോഗം ബാധിച്ച് അത് കിഡ്നിയെ ബാധിച്ചിട്ട് ഈ ഒരു അവസ്ഥയില്, ഈ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജില് കൊച്ചിയിലെ ലേക്ക് ഷോർ ആശുപത്രിയിൽ ഈ അമ്മ ഇവിടെ കിടക്കുമ്പോ ഒരു പക്ഷെ താമസിക്കാൻ ഒരു വീട് പോലും ഇല്ലാത്ത വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു കുടുംബം, ഈ ഒരൊറ്റ മോള് മാത്രമുള്ളത്. ഈ അമ്മയ്ക്ക് കരള് പകുത്തു നൽകുന്നതും ഈ മകളാണ്. ഈ വീഡിയോ കാണുന്ന എന്റെ പ്രിയപ്പെട്ടവരോടാണ്, വളരെ എമർജൻസി ആയിട്ട് ലില്ലി എന്ന് പറയുന്ന ഈ സഹോദരിയുടെ കരള് മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോ 35 ലക്ഷം രൂപ കണ്ടെത്തണം. ദിവസങ്ങൾ മാത്രമാണ് ഈ അമ്മയുടെ, ഈ സഹോദരിയുടെ കരള് മാറ്റിവെക്കാൻ നമ്മുടെ മുന്നിലുള്ളത്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ ബിന്ദു കൃഷ്ണ. കൊല്ലത്ത് മൂതാക്കരയിലുള്ള ഞങ്ങളുടെ ഒരു സഹോദരി ലില്ലി കഴിഞ്ഞ കുറേ കാലമായി ഗുരുതരമായ കരരോഗം ബാധിച്ച് അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ കൊച്ചി ലേക്ക് ഷോർ ആശുപത്രിയിൽ കഴിയുകയാണ്. വളരെ നിർധനമായ ഒരു കുടുംബം, ഭർത്താവും ഒരു മകളും മാത്രമടങ്ങുന്ന കുടുംബം. മകൾ തസ്നസ് അവളുടെ കരൾ പകുത്ത് സ്വന്തം അമ്മയ്ക്ക് കൊടുക്കുകയാണ്. ആ കരൾ ഏറ്റുവാങ്ങി ജീവിതത്തിലേക്ക് അമ്മ ലില്ലി തിരിച്ചു വരാനുള്ള സാഹചര്യം ഒരുക്കണമെങ്കിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ചികിത്സയ്ക്ക് പണം കണ്ടെത്താനാകാതെ ഈ കുടുംബം വളരെയേറെ പ്രയാസപ്പെടുകയാണ്. ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരും ഒരു നിമിഷം ഈ കുടുംബത്തെ സഹായിക്കാൻ ഒന്ന് മുന്നോട്ട് വരണമെന്ന് സവിനയം അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ കൊല്ലം മൂതാക്കര ഇടവകയിലെ വികാരിയച്ഛനാണ്. സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്ന ഈ സഹോദരിക്ക് ഇതിനുള്ള ചികിത്സയ്ക്ക്